നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് ഇന്നേക്കിപ്പോൾ 12 ദിവസമായി. 15 ദിവസം സ്കിൻ കെയർ ചാലഞ്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വിഷു ആകുമ്പോഴേക്കും സ്കിന്നൊന്ന് തിളങ്ങാൻ നല്ലപോലെ സഹായിക്കണം കുറച്ച് പാക്കുകളും കുറച്ച് ക്രീമുകളും ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുമാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെ ചെയ്യണം ഇത് ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതും കൂടി പറഞ്ഞു. അതുപോലെ നിങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാനും അതുപോലെയൊക്കെ നല്ലപോലെ സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ദിവസവും ചില ദിവസമൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കാനൊക്കെ മടിയൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു. അതൊക്കെ നിർത്തി സൺസ്ക്രീൻ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചസാര, നമ്മുടെ മധുരപാനീയങ്ങൾ അലച്ച് മധുരം കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഉപേക്ഷിച്ച് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സ്കിന്നിൻ്റെ മാറ്റം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ശ്രദ്ധിച്ചു. നല്ല വ്യത്യാസം ഉണ്ട്, എനിക്ക് നല്ലപോലെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇനി ഒരു 3-4 ദിവസം അടുപ്പിച്ച് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തതിൽ സ്കിൻ ടൈറ്റ് ചെയ്യാനുള്ളതും സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ ഗ്ലോയോടുകൂടി ഇരിക്കാനും എല്ലാത്തിനും ഉള്ളത് ഞാൻ ഓരോ ദിവസവും ഓരോന്നും പറഞ്ഞു തന്നു. ക്രീം ഉപയോഗിക്കേണ്ടതും ജെല്ല് ഉപയോഗിക്കേണ്ടതും ഒക്കെ പറഞ്ഞു തന്നു. അതൊക്കെ ഡെയിലി ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 4-5 ദിവസത്തെ കാര്യമാണ്. 12ആയി, ഇനി 13, 14, 15 ഈ ദിവസങ്ങളിൽ നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന പാക്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സ്കിന്നിക്ക് ഏതാണോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ അത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് പോകുക. അതിൻ്റെ ഇടയിൽ വേറെ ഏതെങ്കിലും പാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ ഒരേ പാക്ക് ഉപയോഗിക്കാതെ മാറി മാറി നിങ്ങൾ പാക്ക് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു റിസൾട്ട് നിലനിർത്തി കൊണ്ടുപോകാനും അതിന് കൂടുതൽ റിസൾട്ട് ഒന്നും കൂടി മുഖത്തിന് കൂടുതൽ റിസൾട്ട് കിട്ടാനൊക്കെ സഹായിക്കും, ഞാൻ ഉറപ്പ് തരികയാണ്. കാരണം എൻ്റെ സ്കിന്നിനെ ഞാൻ മാറ്റിയെടുത്തത് പല പാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ സ്കിന്നിലെ ഒരേത് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാണ് എപ്പോഴും പല പാക്കുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് റിസൾട്ട് കിട്ടി തോന്നുന്ന കുറച്ച് പാക്കുകൾ നമ്മൾ ഓർത്ത് വെച്ചിരുന്നു പറഞ്ഞു നമുക്ക് അത് മാറ്റി ഉപയോഗിച്ചാലും നല്ലതാണ്. അതുമാതിരി തന്നെ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കണതും കുടിക്കണതും മുഖത്ത് തേക്കണതിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തീർച്ചയായും റിസൾട്ട് ഉണ്ട് എന്നുള്ളത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം. എനിക്ക് റിസൾട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും എല്ലാവർക്കും കിട്ടും. കാരണം ഞാനൊരു മടിച്ചിയാണ്, ഞാൻ എന്നിട്ട് സ്കിൻ കെയർ ചെയ്ത് ഞാനത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ തീർച്ചയായും നിങ്ങൾക്കും പറ്റുന്നുള്ളത് ഉറപ്പ് തരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ പാക്ക് ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണിച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണേ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗൾ വയ്ക്കാം. നമ്മുടെ ചാലഞ്ച് തുടങ്ങി നമുക്ക് ഇന്നേക്ക് 12 ദിവസമായി. അപ്പോൾ ഇനി ഒരു 3 ദിവസവും കൂടി ബാക്കിയുള്ളൂ. ഈ 4-5 ദിവസം നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. വിഷു ആകുമ്പോഴേക്കും മുഖം ഒരു നല്ല ഗ്ലോയും നല്ല തിളക്കം നല്ല വെളുപ്പം ഒന്ന് വരുത്താൻ വേണ്ടിയിട്ട്. അതിനാദ്യം നമ്മളിപ്പോൾ കടലമാവാണ് എടുത്തത്. കടലമാവ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കും. സ്കിൻ നല്ലപോലെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ നല്ലപോലെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കടലമാവ് തേക്കുമ്പോൾ എൻ്റെ മുഖത്തിന് ഒരു കളർ വരുന്നതായിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി കടലമാവ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ആട്ട സ്കിന്നിലേക്ക് ചേരണവരാണെന്ന് വെച്ചാൽ ആട്ട എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യം റാഗി പൗഡറാണ്. എത്രയാണോ കടലമാവ് എടുത്ത് അതേ അളവിൽ തന്നെ റാഗി പൗഡറും എടുക്കുക. അപ്പോൾ ഞാൻ രണ്ടും ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇത് രണ്ടും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കും. റാഗി പൗഡർ പറയണ്ട, ഏറ്റവും നല്ലതാണ്. ആരുടെ സ്കിന്നിക്കും ചേരുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ നിങ്ങൾക്ക് അഥവാ അങ്ങനെ ചേരാത്തവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ല പുളിച്ച കട്ട തൈരാണ് ഞാനിവിടെ എടുക്കുന്നത്. നല്ല പുളിച്ച തൈരാണ് കേട്ടോ. നല്ല പുളിച്ച തൈരെടുത്ത് ഇത് മിക്സ് ചെയ്യുക. അപ്പോൾ അതാ നമുക്ക് ആവശ്യാനുസരണം തൈര് ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇത് നമുക്ക് കൈക്കും കാലിക്കും കഴുത്തിക്കും മുഖത്തേക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ടാൻ മാറാനും പെട്ടെന്നൊരു കളർ വരാനും സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ദിവസവും ഉപയോഗിക്കുക. സ്കിന്നിന് ഒരു കുഴപ്പവും ഉണ്ടാവാത്ത സാധനമാണ്. ഇതിൽ കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കുകയെന്ന് വെച്ചാൽ അതും നല്ല അടിപൊളി റിസൾട്ടാണ്. ഞാനിപ്പോൾ ഇത് 2 ആൾക്കാണ് ഉണ്ടാക്കിയേക്കണേ. എനിക്കും വേണം, മൂത്ത മോനും വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. മഞ്ഞൾപ്പൊടി നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരണവരാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കൂടി ഉപയോഗിക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെ ഞാൻ ഉപയോഗിക്കാറ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, നമുക്ക് ഈ സാധനം പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേരണവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതിൽ കുറച്ച് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തോ. നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ എന്ത് പാക്ക് ഉണ്ടാക്കുമ്പോഴും വലിയ വരും കേട്ടോ, വലിയ മോൻ.
അവൻ്റെ പേര് ധനുഷ് എന്നാണ്. അവൻ വന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ മുഖത്തേക്ക് ഇട്ടോ പറയും. അപ്പോൾ ഞാനിപ്പോൾ എന്തുണ്ടാക്കുള്ളൂ, കുറച്ച് കൂടുതൽ ഉണ്ടാക്കും, അവൻ്റെ മുഖത്തിൽ ഇട്ട് കൊടുക്കും. ചെറിയ മോന് ഇതൊന്നും ഇഷ്ടമല്ല, ഒരു പാക്കും അവന് ഉപയോഗിക്കില്ല. അപ്പോൾ അവനും കൂടി വേണ്ടിയിട്ട് ഞാൻ രണ്ടും ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിലേക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ടേബിൾ സ്പൂൺ വേണ്ട, ഒരു സ്പൂൺ മതിച്ചാൽ അത്ര എടുത്താൽ മതി. നമുക്ക് ആദ്യം ഒരു ചെറിയൊരു മസാജ് കൊടുക്കുക. ഒരു 2 മിനിറ്റിൻ്റെ ഒരു മസാജ് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമുക്ക് റിസൾട്ട് ഒന്ന് കൂടുതൽ കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ. എപ്പോഴും ഒരു ചെറിയൊരു മസാജ്, സ്കിന്നിന് നോവാത്ത വിധത്തിൽ നമ്മൾ ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എടുത്ത പൊടിയെല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ലോണം പൊടിഞ്ഞ പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്രബിൻ്റെ എഫക്റ്റ് അല്ല, നല്ലൊരു മസാജിൻ്റെ എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. നമുക്ക് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കഴുത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കാതാവുമ്പോഴേക്കും കഴുത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പെട്ടെന്ന് എൻ്റെ കഴുത്തിൽ കറുപ്പ് വരിക. ചിലവരുടെ സ്കിന്നിക്ക് അത് ഉള്ളതാണ്. ഞങ്ങളാരോ കമൻറ്റിൽ ഇട്ടിക്കണമുണ്ട് ചിലർക്ക് ഇങ്ങനെ കഴുത്തിലിപ്പോൾ മാലയൊക്കെ ഇടുന്നവർക്ക് ചിലവരുടെ ഇതിലേക്ക് വരേണ്ടതെന്ന്. മാല ഊരി വെച്ച് നോക്കേണ്ടി വരും. ഇനി നല്ലൊരു മസാജ് കൊടുക്കുക കഴുത്തിലും. നമുക്ക് അതിന് ശേഷം നമുക്ക് ഇത്തിരി കട്ടിക്കിട്ട് കൊടുക്കുക. കഴുത്തിൽ തന്നെ നമുക്ക് ഇത്തിരി കട്ടിക്കിട്ട് കൊടുക്കുക. കഴുത്തിൽ ഇത്തിരി കട്ടിക്കിട്ട് കൊടുത്തു. നമുക്ക് മുഖത്തും അതുപോലെ ഇത്തിരി കട്ടിക്കിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുഖത്തും കട്ടിക്കിട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം റിസൾട്ട് കാണാം കേട്ടോ. ഇപ്പം മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ലപോലെ ഉണങ്ങി കേട്ടോ. നല്ലോണം ഉണങ്ങിയേ. ഞാനിതൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനിത് മുഖം കഴുകിയിട്ട് വന്നു. നല്ല ഗ്ലോ, നല്ല തിളക്കം കിട്ടിയിട്ട് മുഖത്തിന്. കഴുത്തിനാണെങ്കിലും ആ നല്ല കറുപ്പായിരുന്നു കേട്ടോ തേക്കണതിന് മുമ്പ്. അത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.